പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വയനാട്ടിലാണ് കേട്ടോ. വയനാട്ടിൽ നല്ല പ്രകൃതി ഭംഗിയാണ് ഇവിടെ കാണാൻ. തേയിലത്തോട്ടങ്ങളുണ്ട്, കുരുമുളകുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ചൂരൽമല കാണാം കേട്ടോ. ആ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഹാരിസൺ പ്ലാന്റേഷനാണ് കേട്ടോ. അത് ഹാരിസൺ മലയാളം പ്ലാന്റേഷനാണ്. വലിയ ഒരു 2000 ഏക്കറോളം സ്ഥലം ഉണ്ടാവും. ഓരോ നമ്പറായിട്ട് തിരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണിത്. ഫുള്ള് തേയിലാണ് കേട്ടോ. ഓരോ നമ്പറിനും ഓരോ സ്ഥലത്തും തേയില പറിച്ച് അതിനുള്ള അടയാളങ്ങൾ കൊടി കുത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് ഇങ്ങനെ പറിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് ഈ കാലത്ത്. ഒരു രാവിലെ പറിച്ച് ഒരു 12 മണിയോളം ഒരു ട്രിപ്പ് ഇത് പറിക്കൂട്ടോ. ഇതാണ് തേയില കേട്ടോ. ഇതിൻ്റെ തളിരിങ്ങനെ നുള്ളിയിട്ടാണ് നമ്മൾ തേയില ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഓരോരോ തളിരല നമ്മൾ ഇങ്ങനെ തളിരല കട്ട് ചെയ്യാനുണ്ടാകും. ഒരു ചെറിയൊരു കത്രിക വെച്ചിട്ടും കട്ട് ചെയ്യും, കൈ കൊണ്ടും നുള്ളിയെടുക്കും കേട്ടോ. ഇത് രാമച്ചാണ് കേട്ടോ. ഇതിൻ്റെ വേര് ആണ് നല്ല മണം ഉണ്ടാവും. നമ്മൾ ചണ്ടിയായിട്ടും ചില അസുഖത്തിനൊക്കെ ബെഡായിട്ടും അതിൻ്റെ വേരുകൊണ്ട് ബെഡൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ കിടന്നാലേ അസുഖം മാറുന്നൊക്കെ ഉണ്ട്. പിന്നെ ജലദോഷത്തിന് പിന്നെ നമ്മൾ കുളിക്കാനും ഉരക്കണ ചണ്ടിയൊക്കെ തേറ്റുണ്ടാക്കും ഇതിൻ്റെ വേരായിട്ട്. അതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ചൂരൽമല അവിടെയൊക്കെ കോട മൂടിയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ചൂരൽമല കാണുന്നില്ല കേട്ടോ. ആ കോട ഒരു മഞ്ഞ് മാതിരി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ചൂരൽമല കാണാത്തത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. മെയിൻ റോഡ് അവിടെയാണ്. നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് നടന്ന് പോരുക ചെയ്തിട്ടുള്ളത്. ഇതുണ്ട് അവിടെ ഒരു മരത്തുമ്മ നല്ല ചുവപ്പ് കളറുള്ളൊരു പൂവുണ്ട് കേട്ടോ. അതൊരു സൈസ് മരമാണ്. അതിൻ്റെ പേരറിയില്ല. നല്ല കടും ചുവപ്പ് കളറാണ് കേട്ടോ. അത് നല്ല ഭംഗിയുള്ള കളർ. ഇത് ഫുള്ള് തേയില ചെടിയാണ്. ഇവിടെ കാട്ടുമുയലുണ്ട് കേട്ടോ. കാട്ടുമുയലിൻ്റെ കാഷ്ടങ്ങളാണ്. കാട്ടുമുയലൊക്കെ ധാരാളം ഉള്ള സ്ഥലങ്ങളാണ്. കാട്ടുമുയലിനെ പിടിച്ചാൽ അത് ഭയങ്കര ശിക്ഷ ലഭിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരും കാട്ടുമുയലിനെ പിടിക്കാനോ നിൽക്കണ്ട. ഇങ്ങനെ ആ വലിയ ഇതിൻ്റെ സൈഡ് താഴ്ഭാഗത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. നല്ല ഒരുപാട് ദൂരം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. മേലെ ഭാഗത്തൊക്കെ പ്ലാന്റേഷനാണ് കേട്ടോ. ഫുള്ള് പ്ലാന്റേഷനാണ്. ഒക്കെ തേയിലൻ്റെ പ്ലാന്റേഷനാണ് കേട്ടോ. ഇതൊരു പൂവാണ് കേട്ടോ. പൂപ്പന്താടിൻ്റെ മാതിരി. ഇതിങ്ങനെ നല്ല ഉണങ്ങുമ്പോൾ ഇങ്ങനെ ഇത് പാറിപ്പോകുന്നത്. ഇവിടെ നിറയെ ഉണ്ട്. ഇതാണ് ചായ ചെടി കേട്ടോ. നല്ല ഇതൊക്കെ 100 വർഷമൊക്കെ പഴക്കമുള്ള ചെടികളാണിത്. ഭയങ്കര ഇതിങ്ങനെ കുറ്റി വെട്ടി ഇങ്ങനെ അതുകൊണ്ടാണ് ഇത് വലിയ മരമാവാത്തത്. അല്ലെങ്കിൽ ചായച്ചെടിയും വലിയ മരമാവും കേട്ടോ. മനുഷ്യന്മാരെ ഇടപെടലുകൊണ്ടാണിത് ഈ ചായച്ചെടി വലുതാത്തത്. വലിയ മരങ്ങളാവും. നമ്മൾ ഇതിങ്ങനെ വെട്ടി നിർത്തിയത് 100-200 വർഷമൊക്കെ പഴക്കം ചെന്ന ചെടികളാണിത്. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെച്ചതാണ് ഈ ചായച്ചെടിയൊക്കെ. ചായത്തോട്ടമൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉള്ളതാണ്. ഓരോ ഇതിനും നല്ല ഇതുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.
ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.